ശരി, നമ്മൾ തുടങ്ങാം. Take page 187, activity 8, experimental investigation. Image formed by a plane mirror is laterally inverted. Means sure that ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒന്ന് മിററിൽ നോക്കി അതൊന്ന് കൺഫേം വരുത്തുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഈ സൈഡിലാണെങ്കിൽ ദിസ് ഈസ് മൈ റൈറ്റ് ഹാൻഡ്. now I am facing this side, opposite side. അപ്പോൾ എന്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെയുള്ള ഈ സൈഡ് ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്റെ റൈറ്റ് ഹാൻഡ് ഇവിടെയാണ്. പക്ഷെ എന്റെ ഇമേജ് ഞാനിപ്പോ ക്യാമറ കാണുന്നത് അല്ലെങ്കിൽ മിററിൽ പോയി നോക്കുമ്പോൾ ആ ഇമേജ് നേരെ ഇപ്പുറ സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഞാൻ അങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോൾ മിസ് നമ്മള് കണ്ണാടി നോക്കിയാൽ നമ്മുടെ കൈ സെയിം ആയിട്ട് തോന്നുന്നു. പക്ഷെ മറ്റുള്ളവർ കൈ പൊക്കിയാലും അങ്ങനെ തന്നെയാണ്. No, just go and stand in front of a mirror. Can you stand? Wait, I will try to share a screen. Image formed by a plane mirror is laterally inverted. Okay, see this, നമുക്ക് ആ റിട്ടേൺ മെസ്സേജുകൾ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത്. See, his hand, that hand is facing that side, isn't it? Actually, this is a left hand. നമുക്കറിയാം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അങ്ങോട്ട് പിടിക്കുമ്പോഴാണ് നമ്മുടെ തമ്പ് ഇങ്ങനെ വരുന്നത് ഈ സൈഡിൽ, അല്ലേ? ഓക്കെ, പക്ഷേ ആ മനുഷ്യന്റെ ആക്ച്വലി ഇങ്ങനെ പിടിച്ചിരിക്കുന്നോണ്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഈസ് ഹിയർ. ഈ സൈഡിൽ ഫസ്റ്റ് തമ്പാണ് വന്നിരിക്കുന്നത്, അല്ലെ? ഇനി നമ്മൾ നോക്കിക്കാം, മിററില് ജസ്റ്റ് ഇപ്പുറ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് ഇമേജ് വന്നിരിക്കുന്നത്, അല്ലെ? അങ്ങോട്ടല്ലോ, ഇങ്ങനെയല്ലല്ലോ. ഓക്കെ, സോ ഇമേജ് ഈസ് ലൈക്ക് ദിസ് വന്നു, ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് ഫേസ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാല് യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാല് തമ്പ് ഇപ്പുറത്തെ സൈഡിൽ വരണമെങ്കിൽ അത് റൈറ്റ് ഹാൻഡിന്റെ തമ്പായിരിക്കണമല്ലോ, അല്ലേ? This hand is left hand, so thumb is here, but in image see the thumb is this side itself. ഈ സൈഡിൽ തന്നെയാണ് തമ്പ് വന്നിരിക്കുന്നത്, ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരിക്കും പറയുന്ന തമ്പ് ഏതായിരിക്കും വരേണ്ടത്? നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ആണ് വരേണ്ടത്. സോ നമ്മുടെ മിററിൽ പതിയുന്ന ഇമേജ് ശരിക്കും പറഞ്ഞാലത് ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്കറിയാം ഒരു പേപ്പറിൽ ഒരു എന്തെങ്കിലും എഴുതിയിരിക്കുന്ന പേപ്പർ എടുത്ത് കണ്ണാടി പിടിച്ച് ഹൗ ക്യാൻ വി റീഡ് ഇറ്റ്? നേരെ തല തിരിഞ്ഞാണ്, അല്ലേ? ഓക്കെ, see, Lord, it is written here. Image how it is
Here, first should come the L. നേരെ തിരിഞ്ഞാണ് LOAD അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞ പത്രം വായിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞല്ലേ പേപ്പറിൽ നോക്കിയിട്ട്. Okay, now you understood now? മനസ്സിലായില്ലേ ഇപ്പൊ ഫേത്ത് ഷോണ്? ഓക്കെ ഓക്കെ. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമേജ് പതിയത് നേരെ തിരിഞ്ഞു തന്നെയായിരിക്കും കണ്ണാടി പതിയത് നമുക്ക് തോന്നും. പക്ഷെ അത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കും നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. പക്ഷെ ഇമേജ് ഇൻ ദ മിറർ വിൽ ബി ഫേസിങ് അസ്. നമ്മൾ ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് അല്ലെ? സോ അപ്പൊ നമുക്കറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. Now see, ഞാൻ സാരിയാണ് ധരിച്ചിരിക്കുന്നത്. Today I have worn the sari. But see, when I face this is my left side. This is my left side. This is so. എന്റെ ഇമേജില് ഞാനിപ്പോ കണ്ണാടിയിൽ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പുറത്തതാണ് വരേണ്ടത് ആക്ച്വലി. പക്ഷെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇമേജില് ഈ തലകുത്തിയല്ല ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത് ഇൻവേർട്ടഡ് ആവുന്നത് കൊണ്ട്, ലെറ്ററലി ഇൻവേർട്ടഡ് ആവുന്നതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് തോന്നുകയില്ല. ഓക്കെ, വാട്ട് ഈസ് ഷോൺ? Why did you raise your hand? Do you want to say anything? Unmute and say. മിസ് അവന്ന് കൈ വെച്ച് നോക്കിയതാ. Okay. I thought you want to say anything. In the image formed by a plane mirror is there an interchange of left and right. This is called a lateral inversion. So in the mirror, the image that we see will be interchange of left to right. ലെഫ്റ്റ് സൈഡ് മിററിൽ റൈറ്റ് സൈഡിലേക്കായിട്ടും റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കുമായിരിക്കും വരുന്നത് മിററിൽ. മനസ്സിലായോ? ഓക്കെ, ദിസ് ഈസ് കോൾഡ് എ ലാറ്ററൽ ഇൻവേർഷൻ and is an important property of image formed by a plane mirror. Look at the words given below. Can you remake it out? What is written? ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ECNALUBMA. ഇത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് എന്നും കാണുന്നോണ്ടോ ഒക്കെ വേഗം ചാടിക്കരുപ്പെട്ടു ആംബുലൻസ്. അല്ലെങ്കിൽ അറിയാൻ വരുന്ന മിസ് ഞാൻ ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കണ്ണാടി വെച്ച് നോക്കിയായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ കണ്ണാടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന മിസ്സിന് നോക്കിയ ആംബുലൻസ് വായിക്കാം. നിങ്ങക്ക് പറ്റൂല? ഓക്കെ, ഷോണിന്റെ കാണിച്ചേ ആംബുലൻസ് ആയില്ല. ഓക്കെ, മനസ്സിലാവൂല. ഞാൻ എന്നത് നോക്കുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ ഓക്കെ, നമ്മൾ സ്വയം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡു യു നോ വാട്ട് ഈസ് വൈ ദേ ഹാവ് റിട്ടൺ ലൈക്ക് ദിസ് വേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ആംബുലൻസ് നോക്കുന്നത്? ഒരൊറ്റ ആംബുലൻസ് പോലും ക്ലിയർ ആയിട്ട് ആംബുലൻസ് എഴുതിയിട്ടില്ല, ഇതുപോലെ എഴുതിയിട്ടുള്ളൂ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? യു നോ, കാരണം മുന്നിൽ പോകുന്ന വണ്ടിയില് കണ്ണാടി നോക്കുമ്പോ ആംബുലൻസ് മുന്നിൽ പോകുന്ന വണ്ടിയുടെ കണ്ണാടി നോക്കുമ്പോൾ ആംബുലൻസിന് തിരിയാൻ വേണ്ടിയാണ് വെരി ഗുഡ്. അപ്പൊ മുന്നേ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടപ്പോ മനസ്സിലായില്ലേ? നമ്മൾ ആ വീഡിയോയിൽ പറയുന്നില്ല, ആംബുലൻസ് പോകുമ്പോള് പിന്നെ മുന്നിൽ പോകുന്ന വണ്ടിക്ക് അതൊരു ആംബുലൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ബിക്കോസ് വി നോ ദാറ്റ് ആംബുലൻസ് ആംബുലൻസ് വിൽ ബി ഇൻ ഹറി stage, isn't it? Sometimes they may be carrying the people those who are going to die or majorly injured or very seriously injured or ill and all unhealthy people going to go. So we know that in roads there will be many blocks and all, especially in cities and towns and all.
Okay, so there will be traffic blocks or traffic problems and all. Anyway, the ambulance cannot wait much, isn't it? Because the patient who is inside that ambulance will be in critical stage. So as possible as early as they have to bring the patient to the hospital. If they are jammed in the traffic rules, traffic. Jams and all, it will be late and the patient who is inside will be critical or he may die also. So he will be in danger. So that's what, if a driver of any other vehicle see this ambulance, he will give a way for them to pass and to reach the hospital as possible early. And we know that they will be giving some sirens, isn't it? Ambulance, fire force and all will give sirens to even police vehicle also. Sometimes if they are in a hurry position, they will give some, make some horns or some sirens, special sirens. What is the reason for that? Sean, what is the reason for that? Have you heard the sound of an ambulance? Yes. Okay, what is the reason for that? Why do they make, if we... അവർക്ക് വേഗം അവര് ഇപ്പൊ അത്യാവശ്യത്തിലാണെങ്കിൽ ഇപ്പൊ ആംബുലൻസ് ആണെങ്കിൽ ആൾക്കാർ മരിക്കാതിരിക്കാൻ എന്നല്ല, അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ അവർക്ക് ഒരു ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കുക. Yes. They have to remove the block. Means they have to give a good way for them to reach the hospital as possible early. Yes. Yes, come on. Miss, ഹോൺ അടിക്കുന്നതിന് പകരമാണ്. ഹോൺ അടിക്കാം, അല്ലെങ്കിൽ പിന്നെ ഹോൺ അടിക്കുന്നതിന് പകരമാണ്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാ വെഹിക്കിളും ഹോൺ അടിക്കും. നമുക്കറിയാം, നമ്മൾ കാർ കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും വന്നു നമ്മൾ ഹോൺ അടിക്കും. ചിലപ്പോൾ ട്രാഫിക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുണ്ടാകും അല്ലെ? നമ്മൾ ഹോൺ അടിച്ച് നമ്മുടെ മറ്റുള്ള പലർക്കും അത് ദേഷ്യമായിരിക്കും. നമ്മളിങ്ങനെ തെരുതരാ അതല്ല പറഞ്ഞേ പക്ഷെ ബാക്കി എല്ലാ വണ്ടികളും ഇപ്പം ഭയങ്കര അത്യാവശ്യത്തിൽ പോവാണെങ്കിൽ അവർ ഓൺ ഇങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഓൺ അടിച്ചു. ഓക്കെ, വേറെ വണ്ടികളിലാണ് നമ്മൾ ഈ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നെങ്കിൽ അവര് കൂടുതൽ. ഇനി നമ്മൾ ആംബുലൻസിനാണ് പോകുന്നത്, ഞാൻ പറയുന്നത് ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ആംബുലൻസിനല്ലാത്ത വേറെ ഏതെങ്കിലും വാഹനത്തിലാണ് പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റ് ഇടും, സിഗ്നൽ ലൈറ്റ് ഇടും, അതർവൈസ് റെഡ് ലൈറ്റ് ഇടും. റെഡ് ലൈറ്റ് ഇടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തോ ഡേഞ്ചർ ആണ്, സംതിങ് ഡേഞ്ചർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാറിന്റെയോ അല്ലെങ്കിൽ മറ്റോ നമ്മൾ കൊണ്ടുപോകുന്ന വെഹിക്കിളിന്റെ. നമ്മൾ ആംബുലൻസിന്റെ, അതുപോലെ ഫയർഫോഴ്സിന്റെ, പോലീസിന്റെ ഒക്കെ വണ്ടിക്ക്, ഫയർഫോഴ്സ് ഒക്കെ എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ അവർ ഇതുപോലെ വലിയ ഹോൺ അടിച്ചിട്ട് പോകുന്നത്, വലിയ എന്ന് പറഞ്ഞോട് ഒച്ച വെച്ചുകൊണ്ട് പോകും. അങ്ങനെ ദൂരേന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. What is the meaning of that? Say some person or something has happened to somewhere. Some person may be in danger or some place may be in danger. So these fire force people have to reach the spot as possible early. And if they are jammed on the way, means maybe through traffic signals or something like that way, traffic block like that way, or in some places we know that some okay, then if we know that in some places children or elders will play on the roads and all. Don't you play on cricket on the road and all? Not in the busy roads. Busy road il pogiyalla, കാരണം അറിയാം busy road പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. പിന്നെ അതുകൊണ്ട് നമ്മൾ സാധാരണ ഉള്ള ഇങ്ങനത്തെ റോഡിൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളിൽ പിള്ളേര് കളിക്കും അല്ലെ, ക്രിക്കറ്റ് ഒക്കെ കളിക്കും, അല്ലെങ്കിൽ ബോൾ കളിക്കുകയൊക്കെ ചെയ്യും. അയ്യോ പാവ എന്റെ ഷോണേ, ഷോൺ കളിക്കൂല? ഗുഡ് ബോയ്. You should play, but not on the road, on the ground. Okay. Faith, do you play? ഞാൻ ആ ടൈപ്പേ അല്ല അല്ലേ? ഇടയ്ക്കൊക്കെ. എടാ ഇടയ്ക്കൊന്നും അല്ല, ഡെയിലി you have to play. You should get a good exercise from that. Okay. Anyway. ഇറങ്ങുമ്പോഴേ പറയും പോയിരുന്നു പഠിക്കാൻ. എനിക്ക് നിന്റെ മമ്മീനെ പപ്പേനെ ഒന്ന് കാണണം, എന്നിട്ട് ഈ പഠിത്തം ഒന്നും ഇങ്ങോട്ട് കാണുന്നില്ലോ എന്ന് ചോദിക്കണം. ഓക്കെ, ശരി. At least you should have sometimes entertainments and all, not only sitting in front of TV and watching movies or cartoons and all. You have some physical exercise also. You can play. This is the time you have to play. See, will your mommy and papa play now? Or grandma?
No, they will not play, isn't it? Because their age has been over. The playing time has been over. അതായത് ഇപ്പം കുട്ടി ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്. നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങള് കളിക്കും, പക്ഷെ റോട്ടീന്നാണില്ല. റോഡിൽ കളിക്കില്ല. നെവർ ഷുഡ് പ്ലേ ഓൺ ദ റോഡ്. റോഡിൽ കളിച്ചാൽ പിന്നെ എന്നേക്കുമായിട്ട് പിന്നെ ഇല്ല പക്ഷെ ഇവിടെ എല്ലാരും, ഇവിടെ വലിയ ചേട്ടന്മാരെല്ലാരും റോട്ടീന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. അത് വണ്ടി പോകുന്ന റോഡാണോ? അതെ, നല്ല നല്ല ബസ്സൊക്കെ പോകുന്ന അവിടെ അധികം വണ്ടി പോകുന്നില്ല. ബസ്സൊന്നും പോകത്തില്ല മിസ്സേ, വണ്ടി കുറച്ചൊക്കെ വണ്ടികൾ പോകും. സാധാരണ ഇപ്പൊ ഞാൻ പറയുന്നത് ബിസി റോഡിലൊക്കെ ബുദ്ധിമുട്ട്. ഓക്കെ, ശരി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോഡിലൊന്നും കളിക്കാൻ പാടില്ല. കാരണം കളിയിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെഹിക്കിൾ വന്നാൽ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരികയല്ല. വണ്ടി ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇടിച്ചു തെറിപ്പിച്ചൊക്കെ പോകാം. ദർ വിൽ ബി പോസിബിലിറ്റി ഫോർ ദ ആക്സിഡൻസ്. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞ ഫയർഫോഴ്സ് ആംബുലൻസിനൊക്കെ ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ അത്യാവശ്യം എമർജൻസി കേസുകളാണ് എന്ന് വെച്ചാല് പോയിട്ട് ഒരു കിലോ അരി മേടിച്ചുകൊണ്ട് വരാനോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് പിന്നെ ഐസ്ക്രീം മേടിക്കാനോ അങ്ങനത്തെ എമർജൻസി ഒന്നും അല്ല. പക്ഷെ ഇത് more than that, it is regarding about some dangerous, എന്തോ അപകടമാണ്. അതായത് പേഷ്യന്റ് ഈസ് ഇൻ സീരിയസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ അവിടെ ഫയർഫോഴ്സ് പോകുന്നു, അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ആള് മരിച്ചു പോയിന്ന് വരും, അല്ലെ? അതുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ വഴി ഒരുക്കി കൊടുക്കാൻ നോ ഒബ്ജക്ഷൻ ഷുഡ് ബി ദെയർ ഓൺ ദി റോഡ്സ് ഫോർ ദം. ഫയർഫോഴ്സ് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. പിന്നെ വേറെ ഒന്നുണ്ട്, ചില ആൾക്കാർ പശു ആടൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ? ഷോണില്ലേ പശു? ഇല്ലേ? പശു ഇല്ല, അതേ ഉള്ളൂ. ആ ശരിയാ. നിനക്ക് കുറെ ആടിന്റെ കാര്യം എന്നോട് പറഞ്ഞു. ഈ ആടിനൊക്കെ റോഡിൽ അയച്ചു വിടുന്നേ? മിസ്, നമ്മളിവിടെ റോഡില്ല, നമ്മളിങ്ങ് താഴെ. റോഡില്ലേ? ഭാഗ്യം, രക്ഷപ്പെട്ടു. ആടൊക്കെ അല്ല ശരി. ഈ ആടിനെ പശുവിനെ ഒക്കെ ചിലവർ റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ട് കെട്ടും. പിന്നെ പശുവിനെ അറിയാൻ ഇപ്പൊ ആംബുലൻസ് വരും, ഫയർഫോഴ്സ് വരും എന്നൊക്കെ. പശു തിന്ന് അപ്പുറ സൈഡിലൊക്കെ ക്രോസ് ചെയ്യും. പിന്നെ ഈ ആംബുലൻസ് വരുമ്പോഴത്തേനും പശുവിന്റെ കുറ്റി ഓരോ സൈഡില്, പശു വേറൊരു സൈഡില്, അങ്ങനെയൊക്കെ വരും, തടസ്സം വരും. നമ്മളൊക്കെ സാധാരണ ബൈക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഹോണടിച്ച് പശുവിനെ ഒന്ന് അവെയറാക്കി പോ പശു എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്ത് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് വേണം കാറ് പോകാൻ, അല്ലെ? ഈ പറയുന്ന ആംബുലൻസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനൊക്കെ ഇതിനൊക്കെ സമയമുണ്ട്. ഓരോരോ 3-4 പശുവിന് വഴിയിലൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെ കിണറ്റി വീണ് മനുഷ്യന് മരിച്ചു പോയെന്ന് വരും, അല്ല തീപിടുത്തം ഉണ്ടായി വീട് മൊത്തം കത്തി തീർന്നെന്ന് വരും, അല്ലെ ആക്സിഡന്റ് ആയി കിടക്കുന്ന പേഷ്യന്റ് മരിച്ചു പോയെന്ന് വരും, അല്ലെ? സോ ടു മേക്ക് ദ പീപ്പിൾ അവെയർ ദാറ്റ് some critical situations are going on, so they have to reach the spot on time, so they have to get way clear. അതിനാണ് ഈ ഹോൺ അടിച്ചു പോകുന്നത്. പിന്നെ പോലീസ് ആണെങ്കിലും അവർക്കും ചില എമർജൻസി കേസുകൾക്കൊക്കെ പോകുന്നതായിരിക്കും. പോലീസ് വരുന്നുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ്. ഇനി നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ഫയർഫോഴ്സിന് മണി അടിച്ചോണ്ട് ഗിണി ആ പോകുന്ന പോക്കേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ അവര് മണിയൊന്നും അടിക്കത്തില്ല. ഡേഞ്ചറസ് സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ ഈ പറയുന്ന ആംബുലൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ അങ്ങോട്ട് നമ്മുടെ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന സൈറൻ ഇടും, അല്ലെങ്കിൽ അവരുടെ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, ഇതൊക്കെ നടക്കും. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഇവരിത് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലെ? കാരണം ഇപ്പൊ നമ്മുടെ നീഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ആംബുലൻസ് ഇസ് റിട്ടേൺ. Now place a plain mirror on one side of this word and read the image. Can you now read this word? This is how the word ambulance is written on ambulances. This is because the driver in front of an ambulance who sees the ambulance on his or her rear view mirror sees a laterally inverted image of the word and reads it correctly. He or she can then give way to the ambulance. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും വെഹിക്കിൾ ആണെങ്കിൽ, വേറെ ഏതെങ്കിലും ബസ്സൊക്കെ വരികയാണെങ്കിൽ അതിന്റെ നേരെ അതിൽ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ സെന്റ് മേരീസ് എന്നാണ് ബസ്സിന്റെ പേരെന്ന് വിചാരിക്കുക. ഈയിടെ ഞാൻ കണ്ടു പുളിങ്ങോത്ത് ഒരു ബസ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു, ജാൻവി ബസ്. ഓക്കെ, ജാൻവി ബസ്സിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാൻവി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മുന്നിൽ പോകുന്ന വണ്ടിയിലുള്ള ആൾക്ക് ഈ ബസ്സിന്റെ ബോർഡ് നേരെ തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ജാൻവിന്ന് നേരെ ക്ലിയർ ആയിരിക്കില്ല. പക്ഷെ ആംബുലൻസും അങ്ങനെ ആകുമ്പോൾ ഡ്രൈവർക്ക് ചിലപ്പം പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എവിടെ പോയാലും ഇന്ത്യയിൽ എവിടെ ഈ ആംബുലൻസിന്റെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ദാറ്റ് ടു ഇൻ റെഡ് കളർ. മോസ്റ്റ് ഓഫ് ദ ആംബുലൻസിലെല്ലാം എഴുതിയിരിക്കുന്ന റെഡ് കളറിലാണ്. അപ്പൊ റെഡ് കളർ തന്നെ എന്തിന്റെ അർത്ഥമാണ്?
ഡേഞ്ചർ. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അവിടെ ഒരു ബോർഡ് കാണും, ഒരു കുരിശ് പോലെ അല്ലെ, ഒരു ക്രോസ്, റെഡ് കളർ അല്ലേ? യെസ്. അപ്പം അത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്താണ്, ആംബുലൻസിലെ ഈ ബീക്കൺ. പറഞ്ഞോ. പോസ്റ്റിന്റെ അവിടെയൊക്കെ കാണും ഡേഞ്ചർ. അത് മറ്റേ ഇതല്ലേ, ആ കള്ളും പിന്നെ ഒരു കുരിശും. ആ കുരിശല്ലേ ഉദ്ദേശിച്ചേ? രണ്ട് തലയോട്ടി ഇപ്പൊ ഒരു വെല്ലും അല്ല, ഒരു തലയോട്ടി ഉണ്ട് എല്ലും അല്ലെ? ഓക്കെ, സീ ദിസ് ആംബുലൻസിന്റെ മേളിലുള്ള ബൾബ് നോക്കിക്കേ. വാട്ട് കളർ ഈസ് ദാറ്റ്? ഒരു മിനിറ്റ്. ആരൊന്നും മിണ്ടാത്ത? ആംബുലൻസിന്റെ കളറിലുള്ള ആംബുലൻസിന്റെ ബൾബിന്റെ കളർ എന്താ ചോദിച്ചിട്ട്? റെഡ്. റെഡ്. ആംബുലൻസ് എന്ന് പറഞ്ഞ എടുത്തു കൊടുത്തപ്പോ എന്താ വന്നേ? ആംബുലൻസ് കൊന്നില്ല. ആംബുലൻസ് ആയിരുന്നു. മിസ് അതിൽ ഇന്ത്യയിൽ നിന്ന് പോട്ടിട്ടു, ഇന്ത്യത്തെ. വാഷിങ്ടണിലൊക്കെ അല്ലേ? ആംബുലൻസ് സൈറൻ സൗണ്ട് ഇൻ ഇന്ത്യ. ആഹാ, ഫയർ എഞ്ചിൻ ആംബുലൻസ്. emergency ambulance siren drivers why do ambulance have different siren sounds? ഇതെന്നോട് ഫയർ എഞ്ചിൻ ആൻഡ് ആംബുലൻസ്. മനുഷ്യനെ പേടിപ്പിക്കുന്ന ഷോൺ വായടിച്ചൊക്കെ സൗണ്ട് ഇല്ല. ഇല്ലേ? സൗണ്ട് കേട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ചു ഓക്കെ, സൗണ്ട് ഇവിടെ ഓഫ് ആയി കിടക്കാം. തീർന്നു അല്ലേ? ആംബുലൻസിന്റെ സൗണ്ട് വേറെ അല്ല. ഇത് വേണ്ട, ഇത് നമ്മുടെ അത് അവിടുത്തെ US-ലെയാണ്. അത് നമ്മൾ കണ്ടത് തന്നെയല്ലേ? എന്താ അത് വേണ്ട. Must have facts about ambulance siren radio cities. Why do ambulance have different? എമർജൻസി ആംബുലൻസ് അതിൽ തന്നെ അവർക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള കേസുകളാണെങ്കിൽ വേറെ തരം സൗണ്ട് ഇടും.
ഇത്രേ ഉള്ളോ? കടന്നുപോയി, ആംബുലൻസ് കടന്നുപോയി അല്ലേ? ഓക്കെ, ഇനഫ് ഇനഫ്, ദാറ്റ് മച്ച് ഇനഫ്. നമ്മളിങ്ങനെ ആംബുലൻസിന്റെ സൗണ്ട് കണ്ടിട്ട് നമ്മുടെ പോർഷൻ തിരിയില്ല. ഓക്കെ, ഇത് നമ്മുടെ സിലബസിൽ പെടുന്നല്ല സൗണ്ടിനെ കുറിച്ച്. നമുക്ക് ആ മിറർ വ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. Thus, see from those activities that the image formed by a plane mirror is it will be virtual and it will be erect of the same size as the object appears to be as much behind the mirror as the object is in front of it and literally inverted. അതായത് വെർച്വൽ ആയിരിക്കും, പിന്നെ ഇറക്റ്റ് ആയിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ആസ് ദ ഒബ്ജക്റ്റ്. നമ്മുടെ ഇപ്പൊ എന്റേതാണെങ്കിൽ ഇത്രയും പൊക്കത്തിൽ ഇത്രയും മണ്ണത്തിലുണ്ടാകും, അത്രയും വലിയ സൈസ് തന്നെയായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. അപ്പിയേഴ്സ് ടു ബി ആസ് മച്ച് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. മിററിൽ എത്ര ദൂരെയാണോ നമ്മൾ ഉള്ളത്, അതായത് ഇമേജ് വരുന്നത്, അത്രയും ദൂരെ തന്നെയായിരിക്കും മിററിൽ നമുക്ക് കാണപ്പെടുന്നത്. ഒരു വസ്തു നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത്ര ക്ലോസ് ആയിട്ട് മിററിൽ എത്ര ക്ലോസ് ആയിട്ട് വരുന്നോ അത്ര ക്ലോസ് ആയിട്ട് ഇമേജ് വരും. How far we are standing from the image, sorry, from the mirror, and the image also will be that much far from the mirror. And it is literally inverted. Means right side will be on left side and left side will be on right side. That is literally inverted. Okay. Next we shall study the new portion tomorrow. Not tomorrow. Okay. Shall we wind up the class? Yes, Bye miss. then. Bye then.